നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന അന്വേഷണ സംഘം സിദ്ദിഖിനെതിരെ സാക്ഷിമൊഴികൾ ലഭിച്ചെന്നും പോലീസ്. സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിനും തെളിവുകൾ കിട്ടി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽഷ അൻസാർ ചേരുന്നു. അഖിൽഷ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയാകെ ഞെട്ടിച്ചൊരു സംഭവം അല്ലെങ്കിൽ ഒരു ആരോപണമായിരുന്നു യുവനടി നടൻ സിദ്ദീഖിനെതിരായി ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായ ലൈംഗികാരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിലൊരു അന്വേഷണം ആരംഭിക്കുകയും ആദ്യഘട്ടത്തിൽ തന്നെ ഈ യുവനടിയുടെ മൊഴി പ്രകാരമുള്ള ചില പ്രാഥമികമായ കണ്ടെത്തലുകൾ, പ്രാഥമികമായ ചില തെളിവുകൾ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ പോലീസ് ഈ വിഷയത്തിൽ കഴിഞ്ഞ 1.5 മാസമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. 2016 ഈ സംഭവം നടന്നതെന്നാണ് യുവനടി പോലീസിന് നൽകിയ മൊഴി. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ സിദ്ദീഖ് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ശേഷം നടി മാനസികമായി വളരെയധികം തകർന്നിരുന്നു. ഈ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തി അതിൽ ചികിത്സ നേടിയതിനുള്ള തെളിവടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചില സ്വതന്ത്രമായ ചില സാക്ഷിമൊഴികളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയാനിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ കുറ്റപത്രവും സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. താങ്ക് യു അഖിൽഷ അൻസാർ.